ഫാറ്റി ലിവറും അമിതഭാരം കുറയ്ക്കുന്ന മരുന്നുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ എൻഡോക്രൈൻ OPകളിൽ വരുന്ന മിക്കവാറും PCOD ഉള്ള രോഗികളിൽ, അല്ലെങ്കിൽ അമിതഭാരമുള്ള രോഗികളിൽ, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള രോഗികളിൽ എപ്പോഴും നമ്മളൊരു ഇമേജിങ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3 ഒക്കെ ആയിട്ട് ഫാറ്റി ലിവർ കാണാറുണ്ട്. എന്താണ് ഈ ഫാറ്റി ലിവർ? മുന്നേ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന, ഇന്ന് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ്, അതായത് മാസൽഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് സമാന്തരമായിട്ട് തന്നെ ലിവറിൽ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും അസിംപ്റ്റമാറ്റിക് ആണ്, നമുക്കത് നേരത്തെ തിരിച്ചറിയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇതിന് പിന്നീട് ഫൈബ്രോസിസും അതോടൊപ്പം ലിവർ സിറോസിസുമായി മാറി ലിവർ ഫെയിലിയർ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് വെയിറ്റ് കുറയ്ക്കുന്ന മരുന്നുകളുടെ, അതായത് സെമാഗ്ലൂട്ടൈഡ്, IV സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ കൊടുക്കുന്ന സെമാഗ്ലൂട്ടൈഡ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ടെർസിപ്പാറ്റൈഡ്, ഇതിൻ്റെയൊക്കെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈമറി ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇനീഷ്യൽ വെയിറ്റിൽ നിന്ന് ഒരു 10% ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം പല പഠനങ്ങളും കാണിച്ചിരിക്കുന്നത് സെമാഗ്ലൂട്ടൈഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പേഷ്യൻസിന് അവരുടെ ഹിസ്റ്റോളജിക്കൽ, ഈ ലിവർ ഫൈബ്രോസിലെ ഹിസ്റ്റോളജിക്കൽ പാരാമീറ്റേഴ്സ് പോലും റിവേഴ്സ് ആയി മാറുമെന്ന് പുതിയ പഠനങ്ങളായ എസെൻസ് ട്രയലൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ചാരോ കഴിക്കുന്ന പേഷ്യൻസിന് പലപ്പോഴും 45% വരെ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ ലിവർ ഫാറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യതയും പല പുതിയ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം ഫാറ്റി ലിവറിനുള്ള ഇനീഷ്യൽ ചികിത്സ എന്ന് പറയുന്നത് ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇഫ് യു ആർ ഫെയിലിംഗ് ടു ലൂസ് വെയിറ്റ്, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു ടേക്ക് GLP-1 analogs or dual analogs like tersipatide and semaglutide. Thank you. Stay healthy. Follow for more.